ഹായ് ഹലോ വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഒരു 3-4 മാസമായി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂളായിരുന്നു. എക്സാംസ്, പിന്നെ അസൈൻമെൻറ്റ്സ്, പിന്നെ കുറേ ഫാമിലി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളി ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മടിയുണ്ട്, അത് വേറെ കാര്യം. സോ വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. എൻ്റെ കയ്യിൽ 2-3 വീഡിയോ സ്റ്റോക്കപ്പ് ഉണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് മടിയായിട്ടാണ് പല വീഡിയോയും പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. ഈ വീഡിയോ തന്നെ ഞാനൊരു ഫെബ്രുവരിയിലോ മാർച്ചിലോ എടുത്തു വെച്ചതാണ്. ഞാനൊരു നാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് ആണ് എല്ലാം പ്രിപ്പയർ ചെയ്തത്. തലേദിവസമാണ് PPT ഉണ്ടാക്കിയത് തന്നെ. രാവിലെ എനിക്ക് 5:30 ഒക്കെ ആയപ്പോൾ എനിച്ചിട്ടാണ് PPT പ്രിപ്പയർ ചെയ്തത്. ഇതൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതാണ് ഈ സംഭവം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ എൻ്റെ കുറച്ചൊരു മോർണിംഗ് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. കുറേ കിളികളും അണ്ണാനും അവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. പക്ഷെ ഞാൻ ഈ സമയത്ത് എണീക്കാറില്ല. യൂഷ്വലി കോളേജിൽ പോകുന്ന ടൈമിൽ മാത്രമേ എണീക്കാറുള്ളൂ. ദെൻ ഐ ഹാഡ് മൈ ഡീടോക്സ് ഡ്രിങ്ക്. ഞാൻ എൻജോയ് ചെയ്തിട്ട് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കണേന്. ആൻഡ് ബൈ ദ ബൈ, ഇപ്പം എൻ്റെ സെമസ്റ്റർ എക്സാമൊക്കെ തീർന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യണം. എൻ്റെ എക്സാം കംപ്ലീറ്റ് ആയ ദിവസമാണ്. സോ ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം ഇനി കോളേജിലേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എക്സാംസും സ്റ്റഡീസൊക്കെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പും പിന്നെ പ്രോജക്റ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും. പിന്നെ ഇന്നത്തെ കോൺഫറൻസിന് പോകാനായിട്ടുള്ള ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യലായിരുന്നു. ഫോമലായിട്ട് പോകണോ അതോ കാഷ്വലായിട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കളർ ഡ്രസ്സാണ് കേട്ടോ ഇടേണ്ടത്. ബൈ ദ ബൈ, ഞങ്ങളുടെ കോളേജിലല്ല കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ് കേട്ടോ. അവിടുത്തെ CSE ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നൊരു നാഷണൽ കോൺഫറൻസിലാണ് നമ്മൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യണത്. എൻ്റെ കൂടെ എൻ്റെ ടീമായിട്ടുള്ളത് അഭിരാമി ചേച്ചിയാണ് കേട്ടോ. ഞാൻ ചേച്ചീനെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫൈനലി ഷർട്ട് തന്നെ സെലക്ട് ചെയ്തു. അതാകുമ്പോൾ ഒരു ഫോമൽ കാഷ്വൽ ഔട്ട്ഫിറ്റ് ആണല്ലോ. അത്ര ഗംഭീരമായിട്ട് ഓവറാവില്ല. എന്നൊരു ന്യൂട്രലായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തത് ബ്ലാക്ക് പാൻറ്റാണ്. ദെൻ അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്നു. ക്ലോസപ്പിൽ കാണണം. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക്. നെക്സ്റ്റ് ഞാൻ മേക്കപ്പ് കുറച്ച് യൂഷ്വൽ ചെയ്യണമെങ്കിലും കുറച്ചും കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. നമ്മൊരു വേറെ കോളേജിലേക്ക് പോകുന്നതാണല്ലോ, കുറച്ച് പ്ലസൻറ്റ് ആൻഡ് പ്ലീസിങ് ആയിരിക്കണമല്ലോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇൻസൈഡ് ചെയ്ത് പക്ക ലുക്കിൽ പോകാമെന്ന്. പിന്നെ എന്തായാലും വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ പോകും. പിന്നെ വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് നോക്കാം. പിന്നെ എൻ്റെ യൂഷ്വൽ സ്കിൻ കെയർ, സൺസ്ക്രീൻ, പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് കൺസീലർ വെച്ച് ടച്ച് ചെയ്ത് ബ്ലഷ് ഇട്ടു. കൺസീലർ ഇട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, ഐ ഡോണ്ട് റിമെമ്പർ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്തത്. ഞാൻ കൂടുതൽ അങ്ങോട്ട് വിവരിച്ച് പറയുന്നില്ല. പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്തൊക്കെയാണെന്ന്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള ഒരു സൺസ്ക്രീൻ ആട്ടോ. നല്ല സൺസ്ക്രീനാണ്. പക്ഷെ എന്താ പറ്റിപ്പോയെന്നറിയോ, ഈ സംഭവം തീർന്നു. അപ്പം ഞെക്കി പിഴിഞ്ഞെടുത്തപ്പോഴുണ്ടല്ലോ ഒരു കൊട്ടയ്ക്ക് അങ്ങോട്ട് വന്നു. എന്നിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് എൻ്റെ സ്കിന്നിലേക്ക് ആക്കാൻ വിട്ട പാടുണ്ടല്ലോ. എന്തോ വെള്ളപ്പണ്ട് പിടിച്ച പോലെയായിരുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്തത്. കയ്യിലും കാലിലൊക്കെ വെച്ച് തേച്ചു. വാട്ടറി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് ആക്കാനും പറ്റില്ല. മറ്റേതാണെങ്കിൽ പിന്നെ നമുക്ക് എയർ ഇങ്ങനെ എടുത്തെടുത്ത് ഉള്ളിലേക്ക് ആക്കാം.
ഞാൻ എന്ത് പൊട്ടത്തിയല്ലേ, കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ബ്ലഷ് ഇടുക, എന്നിട്ട് അതും ക്രീം ബ്ലഷ്, എന്നിട്ട് ഞാൻ വീണ്ടും കോമ്പാക്ട് പൗഡർ ഇടേണ്ടി വന്നു സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് മേക്കപ്പിന് ഒരു ഫ്ലോ ഒന്നുമില്ല, നമുക്ക് തോന്നിയ പോലെ ചെയ്യാം. അറ്റ് ലാസ്റ്റ് ലുക്ക് അടിപൊളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ട് കൊക്കച്ചിന് പോലെ ആക്കരുതേ. ഓ മൈ ഗോഡ്, ഇതിപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പണ്ടൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് മാഴ്സിൻ്റെ ഒരു സൂപ്പർ സ്റ്റേ ലിപ് ക്രയോൺ ആണോ, സൂപ്പർ സ്റ്റേ എന്നാണ് പേര്. അതിൻ്റെ ഒരു റേഞ്ചാണ്, അടിപൊളിയാണ് കേട്ടോ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ID കാർഡ്, അത് മസ്റ്റ് ഹാവ് ആണ്, എന്നാലേ നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദോശയും ചമ്മന്തിയും പിന്നെ ഒരു പഴമായിരുന്നു ഞാൻ കഴിച്ചത്. എന്ത് ദോശയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കണ്ടിട്ടാണെങ്കിൽ മനസ്സിലാവുന്നില്ല. കുറേ നാളായി ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ഞാൻ അത് എൻജോയ് ചെയ്ത് കഴിച്ചു. ലെറ്റ്സ് പാക്ക് മൈ ബാഗ്. ഞാൻ ഇന്ന് ഈ ഒരു ടോട്ട് ബാഗായിട്ട് എടുക്കണം. യൂഷ്വലി ഞാൻ വന്നിട്ട് ബാക്ക് പാക്കാണ് കൊണ്ടുപോകാറ്. ഇന്നിപ്പോൾ ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ നിന്ന് കോൺഫറൻസിൽ നിന്ന് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള പൈസയും കൂടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നത്. അപ്പോൾ വാട്ടർ ബോട്ടിൽ, പേഴ്സ്, പിന്നെ ബുക്സ്, അങ്ങനത്തെ അല്ലറ കാര്യങ്ങൾ, പിന്നെ മസ്റ്റായിട്ട് ലിപ്സ്റ്റിക്ക് വയ്ക്കുന്നുണ്ട്. ഞാൻ ഇന്നാണ് എൻ്റെ ഷൂ ഒന്ന് പൊടി തട്ടിയെടുത്തത്. യൂഷ്വലി ഇപ്പോൾ ക്രോക്സ് കിട്ടിയ പിന്നെ ഞാൻ അത് മാത്രമേ ഇടുന്നുള്ളൂ, എന്ത് ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ. അത് ഒരു പ്രത്യേകതരം കംഫർട്ടാണ് അത് തരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഷൂ ഇടാമെന്ന് വിചാരിച്ച് ഷൂ ഇട്ടു. ഒടുക്കത്തെ ടൈറ്റായി, എന്നാലും ഞാൻ വലിച്ച് കുത്തിക്കയറ്റിട്ട്. ഞാൻ 2 വീലറിനാണ് കേട്ടോ കോളേജിൽ പോകാറ്. ഒടുക്കത്തെ വെയിലല്ലേ, രാവിലെ 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് വെയിലാണ്. അപ്പം ഞാൻ ജാക്കറ്റ് ഇടും യൂഷ്വലി. ഇന്നിപ്പോൾ ഫുൾ ഹാൻഡ് ആയതുകൊണ്ട് ജാക്കറ്റ് ഇടുന്നില്ല. പിന്നെ ഇങ്ങനെ സ്കാർഫ് കെട്ടും, കയ്യിൽ ഗ്ലൗസ് ഇടും, ഹെൽമെറ്റ് വയ്ക്കും, കൂളേഴ്സ് വയ്ക്കും, അങ്ങനെയൊക്കെ ഞാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ മുടി കെട്ടാനാണോ ഇത്രയൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി കെട്ടണേന്ന്. ബട്ട് ദാറ്റ് ഈസ് എ ഫീലിംഗ് ആൻഡ് ദാറ്റ് മേക്സ് മീ ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. സോ ഇത്രയൊക്കെ ഒരുങ്ങിയിട്ട് വെയിലത്ത് പോയി വേർത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ. ആൻഡ് അങ്ങനെ നമ്മൾ 1 മണിക്കൂറിൻ്റെ ഡ്രൈവിന് ശേഷം കോളേജിലെത്തി. എൻ്റെ കോളേജിൽ നിന്ന് ഒരു സ്റ്റോപ്പ് മുന്നേ, 1-2 സ്റ്റോപ്പ് മുന്നേ ആണ് കേട്ടോ ഈ കോളേജ്. അങ്ങനെ ഇതാണ് എൻ്റെ ടീംമേറ്റ് അഭിരാമി ചേച്ചി ആൻഡ് മായശേട്ടനാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ മായശേട്ടനും ടോമും വേറെ ടീമും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഗുഡി ഫയൽ കിട്ടി. അതിൽ ഒരു പേപ്പറിൻ്റെ ഫയൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പേപ്പറിൻ്റെ ഫയൽ, പിന്നെ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു, നോട്ട് പാഡ് ഉണ്ടായിരുന്നു, പെന്നുണ്ടായിരുന്നു, ഫുഡിൻ്റെ ടോക്കൺ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒടുക്കത്തെ പ്രിപ്പറേഷനൊന്നും നടന്നില്ല, വർത്തമാനം പറയൽ മാത്രമേ നടന്നുള്ളൂ. മായശേട്ടൻ ഒടുക്കത്തെ പ്രിപ്പറേഷനായിരുന്നു. പിന്നെ ഇത് ഞങ്ങളൊരു തട്ടിക്കൂട്ടി ഒരു റിവ്യൂ പേപ്പറാണ് കേട്ടോ പ്രസൻറ്റ് ചെയ്തത്. ഇതാണ് അവിടുത്തെ ഇവൻറ്റ്. ആക്ച്വലി ഇത് ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് വേഴ്സ്റ്റ് കോൺഫറൻസ് ആയിരുന്നു. സ്റ്റാഫ്സ് കോർഡിനേറ്റ് ചെയ്തതും അത്ര പൊളിയൊന്നും ആയിരുന്നില്ല, ഭയങ്കര മോശമായിരുന്നു. ആൻഡ് ഞങ്ങളുടെ റിവ്യൂ പേപ്പർ, ഞാൻ ഫുൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ജൂറീസ് വന്നിട്ട് എന്തോ പുതിയ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ദേ ആർ നോട്ട് വില്ലിങ്. ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ദേഷ്യം വന്നിട്ടാണ് വന്നത്. അവിടെ ഒന്നും കാണിച്ചില്ല, ബട്ട് വി ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് വി ഗോട്ട്. ആൻഡ് ഈ ബുക്ക് എഴുതിയത് ടോം വന്നിട്ട് ഞങ്ങളുടെ
ഫിലിം ഇൻഡസ്ട്രിയിൽ ഷൈൻ ചെയ്യാൻ പോകുന്ന ഒരു താരമാണ്. അവനെ ഇപ്പോൾ ആഡ് കമ്പനിയൊക്കെ ഉണ്ട്, പിന്നെ നന്നായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതും, അങ്ങനെ ഭയങ്കര ടാലൻറ്റഡ് ഗൈ ആണ്. ഇത് എനിക്ക് ഇവിടുത്തെ ഒരു ചേർച്ച് സെറ്റപ്പാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞങ്ങൾ ബോറടിച്ചപ്പോൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഞങ്ങൾക്ക് മോർണിംഗ് ടീയും ബിസ്ക്കറ്റ്സും കിട്ടി, പിന്നെ ഉച്ചയ്ക്ക് എഗ് ബിരിയാണി എന്ന് പേരുള്ള ഒരു സംഭവം കിട്ടി, പിന്നെ ഐസ്ക്രീമും കിട്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 500 രൂപ കൊടുത്തത്. പിന്നെ വൈകുന്നേരം ചായ വടയും കിട്ടി. ആൻഡ് ഇവിടെ കുറച്ച് ആനിമൽസ് ഉണ്ടായിരുന്നു. ഇത് ഗിനി പിഗോ അങ്ങനത്തെ ഒരു സംഭവം. മുയൽ. ടോം ഞങ്ങളെ പരിചയപ്പെടുത്തി തരുന്നു ഇതൊക്കെ എന്തൊക്കെയാണ്. ടോമിൻ്റെ വീട്ടിലുണ്ട് മുയൽ. അങ്ങനെ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറിലിരിക്കുന്ന ഞാൻ. ആ ചേച്ചി അത് തന്നെ, ചേച്ചി കഴിഞ്ഞപ്പോൾ തന്നെ പോയിട്ടോ. ചേച്ചിയുടെ വാവയ്ക്ക് എന്തോ വീണിട്ട് തല പൊട്ടിയിട്ട് ചേച്ചി വേഗം എമർജൻസി ആയിട്ട് പോയി. അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ആൻഡ് ഞാൻ വീട്ടിലെത്തി. നിങ്ങൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചെന്നില്ലല്ലോ, ലെറ്റ് മീ ഷോ. ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, കാരണം എൻ്റെ കോളേജിൻ്റെ പേര് തന്നെയാണ് സഹൃദയ. അവരുടെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എങ്കിലും ടൈറ്റിൽ സഹൃദയ എന്നുള്ളതുകൊണ്ട് വലിയ വാലിഡിറ്റി ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.